ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. നർബോണിലേക്ക് പോകുന്ന കപ്പലിൽ യാത്ര ചെയ്തിരുന്ന ഒരു പയ്യൻ. ആ പയ്യനെ കപ്പൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി. 1605 അത്. അവൻ അടിമയായി വിൽക്കപ്പെട്ടു പല പ്രാവശ്യം. ആദ്യം അവന് വാങ്ങിയത് ഒരു മുക്കവനായിരുന്നു. പക്ഷെ മീൻപിടുത്തം ഒട്ടും വശമില്ലാത്ത ഈ അടിമയെ അയാൾ മറിച്ചു വിറ്റു. വാങ്ങിയത് ഒരു ഡോക്ടറായിരുന്നു. പിന്നെ ഒരു എക്സ് വൈദികൻ വാങ്ങി. അങ്ങനെ പല പ്രാവശ്യം വിൽക്കപ്പെട്ടു ഈ പയ്യൻ. 2 കൊല്ലം കഴിഞ്ഞാണ് യൂറോപ്പിൽ തിരിച്ചെത്തിയത്. പിന്നെ വൈദികനായി, പാവപ്പെട്ടവരുടെ സ്നേഹിതനായി, പിന്നെ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. സെപ്റ്റംബർ 27 നാം ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന വിൻസെന്റ് ഡി പോളിൻ്റെ കഥയാണ് പറഞ്ഞു വരുന്നത്. ആ പയ്യനാണ്, അടിമയായി പല പ്രാവശ്യം വിൽക്കപ്പെട്ട പയ്യനാണ് വിൻസെന്റ് ഡി പോൾ. ഫ്രാൻസിൽ നിന്നുള്ള വൈദികനാണ്. 1581 ജനിച്ചത്. 1660 അദ്ദേഹം മരിച്ചു. ഗ്രാമീണ കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. അവരുടെ വീടിനരികെ ഒരു അരുവി ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് പോൾ എന്നായിരുന്നു. അതിനാൽ അവരുടെ തറവാടിനും ഡി പോൾ എന്ന പേരുണ്ടായി. 1600 അദ്ദേഹം വൈദിക പട്ടം സ്വീകരിച്ചത്. അന്ന് ഒരു 19 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. നിയമത്തിന് ഇളവ് കൊടുത്തിട്ടാണ് അദ്ദേഹത്തിന് പട്ടം നൽകിയത്. ആരോ റോമിലേക്ക് പരാതി അയച്ചു. കേസ് വാദിക്കാൻ പോകാതെ, ഇടവകൾ ജോലി ചെയ്യാതെ പഠിപ്പ് തുറന്നു ഈ വിൻസെന്റ് ഡി പോൾ. പാരീസ് സർവകലാശാലയിൽ നിന്ന് കാനഡ നിയമത്തിൽ മാസ്റ്റർ ബിരുദം നേടി. പഠിപ്പ് കഴിഞ്ഞപ്പോഴാണ് വേറൊരു ഉൾവിളി. വിൻസെന്റ് 2 കാര്യങ്ങൾ മനസ്സിലെത്തി: സുവിശേഷം പ്രസംഗിക്കുക, ദരിദ്രരെ സേവിക്കുക. സുവിശേഷം പ്രസംഗിക്കാൻ ഒരു സമൂഹത്തിന് തന്നെ രൂപം നൽകി. പ്രേക്ഷിത വൈദികരുടെ സംഘം, കോൺഗ്രിഗേഷൻ ഓഫ് പ്രീസ് ഫോർ ദ മിഷൻ. കോൺഗ്രിഗേഷൻ ഓഫ് ദ മിഷൻ ആണ് ഇപ്പം അറിയപ്പെടുന്നത്. CM എന്നും വിൻസെൻഷ്യൻസ് എന്നും അറിയപ്പെടുന്നുണ്ട്. രോഗികളെ പരിചരിക്കാൻ പല ആശുപത്രികൾ തുടങ്ങി. ജയിലിലെ കുറ്റവാളികളെ സന്ദർശിച്ചു. പല പ്രാവശ്യം സന്ദേശം നൽകി. ഉപവിയുടെ പെൺമക്കൾ എന്ന സന്യാസ സമൂഹം തുടങ്ങി, ദ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി. ഉപവിയുടെ സ്ത്രീകൾ, ലേഡീസ് ഓഫ് ചാരിറ്റി എന്ന പേരിൽ അൽമാരുടെ സമൂഹം ആരംഭിച്ചു. അദ്ദേഹമാകട്ടെ ഉപവിയുടെ വലിയ അപ്പസ്തോലൻ എന്നാണ് ഇപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. ദ ഗ്രേറ്റ് അപ്പോസ്റ്റൽ ഓഫ് ചാരിറ്റി. പാവപ്പെട്ടവരുടെ പിതാവ് എന്നും വിളിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വിളിക്കപ്പെടണമെങ്കിൽ എത്രമാത്രം അദ്ദേഹം അവർക്ക് വേണ്ടി ജീവിച്ചിട്ട് ഉണ്ടാകണമെന്ന് നമ്മൾ ഊഹിക്കുക തന്നെ വേണം. നമുക്കറിയാം, മിക്കവാറും എല്ലാ ഇടവകളിലും വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി ഉണ്ട്. വളരെ കുറച്ച് പേര്, പക്ഷേ എന്തുമാത്രം സഹായമാണ് ദരിദ്രർക്ക് അവർ ചെയ്യുന്നത്. കാര്യം പുറത്തേക്ക് വലിയ ബഹളമൊന്നുമില്ലാതെ ഒരുപാട് പേരെ സഹായിക്കുന്ന, ദരിദ്രരെ സഹായിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി. മിക്കവാറും എല്ലാ പള്ളികളിലും അതിന് യൂണിറ്റുകളുണ്ട്. സുവിശേഷം പ്രസംഗിക്കുക, സുവിശേഷം ജീവിക്കുക. സുവിശേഷം ജീവിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാവുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ അവർ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആ ദരിദ്രരുടെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ദരിദ്രരെ സഹായിക്കുക കൂടി വേണം. പ്രവൃത്തിയിലുള്ള സുവിശേഷ പ്രസംഗമായി മാറും. അപ്പോൾ അതാണ് വിൻസെന്റ് ഡി പോൾ ചെയ്തത്. അങ്ങനെ വിശുദ്ധരായി ജീവിച്ചത് കൊണ്ടാണ് വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഇത് നമുക്ക് വലിയ പ്രചോദനമാകട്ടെ. ഈ സുവിശേഷം പ്രസംഗിക്കുകയും ആ പ്രസംഗിച്ച കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. പ്രവൃത്തിയിലൂടെ, വിശ്വാസം പ്രവൃത്തിയിലൂടെ പ്രാവർത്തികമാക്കുക. ഗലാത്യ ലേഖനത്തിൽ 5:6 5-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമാകുന്ന വിശ്വാസം. സ്നേഹത്തിലൂടെ പ്രവർത്തിക്കുന്ന വിശ്വാസം പൗലോസിലേക്ക് ഉപയോഗിച്ച വാക്ക. അതൊരു സോളാ ഫീദ എന്ന് പറഞ്ഞാൽ പൗലോസ് വിശ്വാസം മാത്രം എന്ന് പ്രൊട്ടസ്റ്റന്റുകാർ പറയുന്ന രീതി പൗലോസിന്റെ ലേഖനങ്ങൾ അടിസ്ഥാനമാക്കി പറയാൻ പറ്റില്ല. മാർട്ടിൻ ലൂതറെ അടിസ്ഥാനമാക്കി പറയാം. ബൈബിൾ അടിസ്ഥാനമാക്കിയോ സത്യവേദപുസ്തകം അടിസ്ഥാനമാക്കിയോ ഒന്നും പറയാൻ പറ്റില്ല. അതിനാൽ ഈ കത്തോലിക് സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ആളുകൾ സോളാ ഫീദ, വിശ്വാസം മാത്രമെന്ന് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ട ചില വചനങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഗലാത്യ ലേഖനം 5:6 അല്ലെങ്കിൽ ഫിലിപ്പിയ ലേഖനം 2:12. വർക്കൗട്ട് യുവർ സാൽവേഷൻ. നിങ്ങളുടെ രക്ഷയ്ക്കായി അധ്വാനിക്കാൻ പൗലോസിലേക്ക് പറയണേ. രക്ഷയ്ക്കായി അധ്വാനിക്കുക. അപ്പോൾ വിശ്വാസത്താൽ കൃപയാലാണ് എന്ന് പറയുന്നത് സത്യം തന്നെ. അത് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്താൽ കൃപയാലാണ്, വിശ്വാസത്തിലൂടെ കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടത്. തീർച്ചയായിട്ടും. പക്ഷെ ആ വിശ്വാസം എന്ന് പറയുന്നത് വെറും മനസ്സിലുള്ളൊരു വിചാരമല്ല, പ്രവൃത്തിയിലൂടെ അത് പ്രകടമാകണം. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ രക്ഷയ്ക്കായി
കണ്ണീരോടും വേദനയോടും കൂടി നിങ്ങൾ അധ്വാനിക്കുമെന്ന് പൗലോസൊക്കെ പറയുന്നത് ഫിലിപ്പിയ ലേഖനത്തിൽ 2:12. ഈ തരത്തിൽ നമുക്ക് ഈ വിൻസെൻ്റ് ഇപ്പോൾ നമുക്ക് കാണിച്ചെന്ന മാതൃക നമുക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കാൻ കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.